ഇന്ത്യൻ അടുക്കളകളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഭക്ഷ്യവസ്തു ഉണ്ടാകില്ല. ഒരു തലമുറയുടെ മുഴുവൻ ഇഷ്ടവിഭവമായിരുന്നു മാഗി. 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഈ നൂഡിൽസ് വെറും ഒരു പലഹാരമായിരുന്നില്ല. അത് കുട്ടിക്കാലത്തിന്റെ ഓർമ്മയായിരുന്നു. തിരക്കിട്ട ജീവിതത്തിലെ എളുപ്പ വഴിയായിരുന്നു. രാത്രി വൈകിയുള്ള വിശപ്പകറ്റാനുള്ള കൂട്ടായിരുന്നു. ഹോസ്റ്റൽ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ ഇഷ്ടവിഭവം ഒരു വലിയ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി. വിഷാംശമുള്ള ഭക്ഷണം എന്ന പേരുദോഷം മാഗിയുടെ സൽപ്പേരിനെ തകർത്തു. മാഗിയുടെ കഥ ഇന്ത്യയിൽ വെറും രുചിയുടെ കഥ മാത്രമല്ല, ഉപഭോക്തൃ വിശ്വാസത്തിന്റെയും കോർപ്പറേറ്റ് വെല്ലുവിളികളുടെയും നിയമ പോരാട്ടങ്ങളുടെയും കഥ കൂടിയാണ്. മാഗിയുടെ കഥ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലെ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ്. ജൂലിയസ് മാഗി എന്ന സംരംഭകനാണ് 1872 ഈ ബ്രാൻഡ് സ്ഥാപിക്കുന്നത്. തൊഴിലാളികൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭക്ഷണം ഒരുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതിനായി അദ്ദേഹം തയ്യാറാക്കിയ ലഘുഭക്ഷണങ്ങൾക്കും സൂപ്പുകൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചു. അങ്ങനെ യൂറോപ്പിലെ ഒരു ചെറിയ ബ്രാൻഡ് ലോകമെമ്പാടും വളർന്നു. 1947 മാഗിയെ സ്വിസ് കമ്പനിയായ നെസ്ലെ ഏറ്റെടുത്തു. ഇന്ത്യൻ വിപണിയിലേക്ക് മാഗി എത്തുന്നത് 1980-കളുടെ തുടക്കത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1983 ഞാൻ ജനിച്ച വർഷം. അന്ന് നെസ്ലെ ഇന്ത്യ അവതരിപ്പിച്ച ഈ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒരു വിപ്ലവം തന്നെയായിരുന്നു. പരമ്പരാഗതമായി സങ്കീർണമായ പാചകരീതികൾ പിന്തുടരുന്ന ഇന്ത്യൻ അടുക്കളകളിൽ 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു ഭക്ഷണം എന്നത് ഒരു പുതിയ ആശയമായിരുന്നു. മമ്മി എനിക്ക് വിശക്കുന്നു എന്ന പരസ്യവാചകം ഒരു തലമുറയുടെ മുഴുവൻ മനസ്സിൽ മാഗിയെ ഉറപ്പിച്ചു. വൈകാതെ മാഗി ഒരു ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, ഒരു വൈകാരികമായ ബന്ധം കൂടിയായി മാറി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായി. മാഗിക്ക് ഇന്ത്യൻ വിപണിയിൽ 80% വരെ വിപണി വിഹിതം നേടാൻ സാധിച്ചു. നൂഡിൽസ് എന്ന് കേട്ടാൽ മാഗി എന്ന് മാത്രമായിരുന്നു പലർക്കും ഓർമ്മ വന്നിരുന്നത്. 2015 മാഗിയുടെ സൽപ്പേരിന് കോട്ടം തട്ടിയ ആ വലിയ വിവാദത്തിന്റെ തുടക്കം. ഉത്തർപ്രദേശിലെ ബരാബങ്കി ജില്ലയിലെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ പതിവ് പരിശോധനയുടെ ഭാഗമായി മാഗി നൂഡിൽസിന്റെ ചില സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയച്ചു. ആ പരിശോധനാ ഫലം മാഗിയുടെ മാത്രമല്ല, ഇന്ത്യൻ ഭക്ഷ്യ വ്യവസായത്തിന്റെ തന്നെ ഭാവി മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. പരിശോധനയിൽ മാഗി നൂഡിൽസിലെ ലെഡിന്റെ അളവ് അനുവദനീയമായ പരിധിയിലും വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. സാധാരണയായി ഭക്ഷണത്തിൽ അനുവദിച്ചിട്ടുള്ള ലെഡിന്റെ അളവ് 2.5 പാർട്സ് പെർ മില്യൺ ആണ്. എന്നാൽ മാഗിയിൽ അത് 17 പാർട്സ് പെർ മില്യൺ ആണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ പാക്കറ്റിൽ നോ ആഡഡ് MSG എന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് MSG എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യവും കണ്ടെത്തി. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മാഗി വലിയ പ്രതിസന്ധിയിലായി. ഉത്തർപ്രദേശിൽ നിന്ന് ഉയർന്ന ഈ ആരോപണം രാജ്യമെമ്പാടും തീവ്രവേഗത്തിൽ പടർന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മാഗിയുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ തുടങ്ങി. ഈ പരിശോധനകളിൽ പലയിടത്തും ലെഡിന്റെയും MSGയുടെയും അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി. ഗുജറാത്ത്, ഡൽഹി, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഓരോന്നായി മാഗിക്ക് നിരോധനം ഏർപ്പെടുത്തി. കേരളത്തിലും താൽക്കാലികമായി മാഗിയുടെ വിതരണം നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഈ സമയത്ത് മാധ്യമങ്ങൾ മാഗി വിഷയത്തെ വലിയ രീതിയിൽ ചർച്ചയാക്കി. വിഷം നിറഞ്ഞ മാഗി എന്ന പേരിൽ വാർത്തകൾ പ്രചരിച്ചു. പതിറ്റാണ്ടുകളായി മാഗി കഴിച്ചിരുന്ന ഉപഭോക്താക്കൾക്കിടയിൽ ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചു. പല മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മാഗി ഉൽപ്പന്നങ്ങൾ ഷെൽഫുകളിൽ നിന്ന് നീക്കം ചെയ്തു. ഫ്യൂച്ചർ ഗ്രൂപ്പ്, ഈസി-ഡേ പോലുള്ള വലിയ റീറ്റെയിൽ ശൃംഖലകൾ മാഗി വിൽപ്പന നിർത്തിവെച്ചു. ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാഗിക്കെതിരെ പ്രതിഷേധിച്ചു. സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നതോടെ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2015 ജൂൺ 5 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI മാഗിക്കെതിരെ കർശന നടപടിയെടുത്തു. അവർ മാഗിയുടെ 9 ഇനം നൂഡിൽസുകളും ഓട്സ് മസാല നൂഡിൽസും പിൻവലിക്കാൻ നിർദ്ദേശിച്ചു. ഈ ഉൽപ്പന്നങ്ങൾ മനുഷ്യർക്ക് കഴിക്കാൻ സുരക്ഷിതമല്ലെന്നും ആരോഗ്യത്തിന് അപകടകരമാണെന്നും FSSAI പ്രഖ്യാപിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. മാഗിയുടെ ഉൽപ്പന്നങ്ങൾ രാജ്യമെമ്പാടുമുള്ള കടകളിൽ നിന്ന് നീക്കം ചെയ്യാനും നശിപ്പിക്കാനും FSSAI ഉത്തരവിട്ടു. ഇതോടെ മാഗിക്ക് ഇന്ത്യയിൽ നിരോധനം വന്നു. മാഗിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നെസ്ലെ ഇന്ത്യ ആദ്യം പ്രതിരോധപരമായ ഒരു നിലപാടാണ് എടുത്തത്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. തങ്ങളുടെ ഫാക്ടറികളിൽ കർശനമായ ഗുണമേന്മാ പരിശോധനകൾ നടത്താറുണ്ടെന്നും ലെഡിന്റെ അളവ് അനുവദനീയമായ പരിധിയിലാണെന്നും കമ്പനി അവകാശപ്പെട്ടു. നോ ആഡഡ് MSG എന്ന ലേബലിന്റെ കാര്യത്തിൽ ഉൽപ്പന്നത്തിൽ ഉപയോഗിക്കുന്ന ചില ചേരുവകളിൽ, ഉദാഹരണത്തിന് സവാളപ്പൊടി, ഗോതമ്പ് മാവ് പോലുള്ളതിൽ സ്വാഭാവികമായി ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് അവർ വിശദീകരിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും നെസ്ലെ ആരോപിച്ചു. എന്നാൽ മാഗിയുടെ ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാൻ FSSAI ഉത്തരവിട്ടതോടെ നെസ്ലെ പ്രതിസന്ധിയിലായി. കമ്പനി ആദ്യം ഉത്തർപ്രദേശ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടത്തിന് പോയെങ്കിലും അത് പരാജയപ്പെട്ടു. തുടർന്ന് വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ച നെസ്ലെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചു. 30,000 ടണ്ണിലധികം മാഗി നൂഡിൽസ് പാക്കറ്റുകൾ
രാജ്യമെമ്പാടുമുള്ള ഗോഡൌണുകളിൽ നിന്നും കടകളിൽ നിന്നും തിരികെ വിളിച്ച് നശിപ്പിച്ചു. ഇതിന് മാത്രം 450 കോടി രൂപയിലധികം ചെലവ് വന്നു. ഇത് നെസ്ലെ ഇന്ത്യയുടെ 15 വർഷത്തിനിടയിലെ ആദ്യത്തെ ക്വാർട്ടർ നഷ്ടത്തിന് കാരണമായി. 500-ലധികം കരാർ തൊഴിലാളികൾക്ക് ഈ നിരോധനം മൂലം ജോലി നഷ്ടപ്പെട്ടു. മാഗിയുടെ നിരോധനം നെസ്ലെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. എന്നാൽ അവർ പിന്മാറാൻ തയ്യാറായില്ല. ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചതിന് ശേഷം നെസ്ലെ ബോംബെ ഹൈക്കോടതിയിൽ FSSAIയുടെ നിരോധന ഉത്തരവിനെതിരെ നിയമ പോരാട്ടം തുടങ്ങി. FSSAI നടപടികൾ ഏകപക്ഷീയമാണെന്നും മതിയായ കാരണങ്ങളില്ലാതെയാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്നും കമ്പനി വാദിച്ചു. ലെഡ്, MSG തുടങ്ങിയവയുടെ അളവ് പരിശോധിച്ചത് അംഗീകാരമില്ലാത്ത ലാബുകളിലാണെന്നും ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും നെസ്ലെ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2015 ഓഗസ്റ്റ് 13-ന് ബോംബെ ഹൈക്കോടതി ഈ കേസിൽ ഒരു നിർണായക വിധി പ്രഖ്യാപിച്ചു. FSSAI മാഗിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഏകപക്ഷീയവും നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസിനും വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു. നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് നെസ്ലേക്ക് മതിയായ അവസരം നൽകിയില്ലെന്നും പരിശോധന നടത്തിയ ലാബുകളുടെ വിശ്വാസ്യത സംബന്ധിച്ചും കോടതി സംശയം പ്രകടിപ്പിച്ചു. തുടർന്ന് കോടതി ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മാഗിയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ 3 അംഗീകൃത ലാബുകളായ പഞ്ചാബ്, ഹൈദരാബാദ്, ജയ്പൂർ എന്നിവിടങ്ങളിലെ ലാബുകളിൽ വീണ്ടും പരിശോധിക്കണം. ഈ പരിശോധനയിൽ ലെഡിന്റെ അളവ് അനുവദനീയമായ പരിധിയിലാണെന്ന് തെളിഞ്ഞാൽ മാഗിക്ക് വിപണിയിൽ തിരിച്ചെത്താമെന്നും കോടതി വിധിച്ചു. ഈ വിധി നെസ്ലേക്ക് വലിയ ആശ്വാസമായി. കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് 90-ലധികം സാമ്പിളുകൾ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു. ഈ പരിശോധനാ ഫലം നെസ്ലെയെ സംബന്ധിച്ച് ശുഭകരമായിരുന്നു. എല്ലാ സാമ്പിളുകളിലെയും ലെഡിന്റെ അളവ് സുരക്ഷിതമായ പരിധിയിലാണെന്ന് കണ്ടെത്തി. ഈ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചതോടെ മാഗിയുടെ തിരിച്ചുവരവിന് വഴി തുറന്നു. ബോംബെ ഹൈക്കോടതിയുടെ അനുകൂല വിധിക്ക് ശേഷവും മാഗിയുടെ വഴി എളുപ്പമായിരുന്നില്ല. നഷ്ടപ്പെട്ട ഉപഭോക്തൃ വിശ്വാസം തിരികെ പിടിക്കുക എന്നതായിരുന്നു നെസ്ലെയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിനായി കമ്പനി ഒരു പുതിയ മാർക്കറ്റിംഗ് തന്ത്രം ആവിഷ്കരിച്ചു. ആദ്യം നെസ്ലെ മാഗിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പരസ്യങ്ങൾ രാജ്യമെമ്പാടും നൽകി. എന്റെ മാഗി സുരക്ഷിതമാണ് എന്ന സന്ദേശം എല്ലാ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു. കമ്പനി സുതാര്യമായ പ്രവർത്തന രീതികളുമായി മുന്നോട്ട് വന്നു. രണ്ടാമതായി, നിരോധനം കാരണം തകർന്നുപോയ ഉപഭോക്താക്കളുടെ വികാരങ്ങളെ സ്പർശിക്കുന്ന ഒരു പരസ്യ ക്യാമ്പയിൻ അവർ തുടങ്ങി. വി മിസ് യു ടു എന്നായിരുന്നു അതിന്റെ ടാഗ്ലൈൻ. മാഗിയെ മിസ് ചെയ്യുന്ന ഹോസ്റ്റൽ കുട്ടികളുടെയും അമ്മമാരുടെയും കുടുംബങ്ങളുടെയും കഥകൾ ഈ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തി. ഇത് ഉപഭോക്താക്കളുമായി ഒരു വൈകാരിക ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ സഹായിച്ചു. മാത്രമല്ല, മാഗിയുടെ തിരിച്ചുവരവ് ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കിയത്. ആദ്യം സ്നാപ്ഡീൽ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് മാഗി വീണ്ടും വിൽക്കാൻ തുടങ്ങിയത്. ഇത് വലിയ തരംഗം സൃഷ്ടിച്ചു. പതിയെ മാഗി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും തിരിച്ചെത്തി. നോ ആഡഡ് MSG എന്ന ലേബൽ മാഗിയുടെ പാക്കറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. 2015 നവംബറിൽ മാഗി പൂർണ്ണമായും വിപണിയിൽ തിരിച്ചെത്തി. ഉപഭോക്താക്കളുടെ പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആളുകൾ വലിയ ആവേശത്തോടെ മാഗിയെ സ്വീകരിച്ചു. അതിന്റെ മുൻപത്തെ വിപണി വിഹിതത്തിന്റെ 50% മാഗിക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ നേടാനായി. 2017ഓടെ മാഗിയുടെ വിപണി വിഹിതം 60% കടന്നു. മാഗി വിവാദവും അതിന്റെ തിരിച്ചുവരവും ബിസിനസ് ലോകത്ത് ഒരു പ്രധാന കേസ് സ്റ്റഡിയായി മാറി. ഒരു വലിയ പ്രതിസന്ധിയിൽ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഉപഭോക്തൃ വിശ്വാസം തിരികെ നേടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം കൂടിയായിരുന്നു മാഗിയുടെ കഥ. ഈ സംഭവങ്ങൾ ഇന്ത്യൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI എന്ന സ്ഥാപനത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. മാഗി വിവാദത്തിന് ശേഷം FSSAI കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറി. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമായി നടപ്പാക്കാൻ അവർ തുടങ്ങി. മാഗി വിവാദത്തിന് മുമ്പ് പലർക്കും FSSAIയെ കുറിച്ച് അറിവില്ലായിരുന്നു. എന്നാൽ ഈ വിവാദത്തോടെ FSSAI എല്ലാ ഫുഡ് മേക്കേഴ്സിനും ഉപഭോക്താക്കൾക്കും പരിചിതമായി. മാഗി ഇന്ത്യയിൽ നേരിട്ട നിയമപരമായ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിച്ചില്ല. 2016-ൽ നാഗ്പൂരിലെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫയൽ ചെയ്ത ഒരു ക്രിമിനൽ കേസ് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് 2025-ൽ റദ്ദാക്കി. ഇതിനും കാരണം സാമ്പിളുകൾ പരിശോധിക്കാൻ ഉപയോഗിച്ച ലാബുകൾക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അംഗീകാരം ഇല്ലാതിരുന്നതാണ്. അതിനാൽ ഈ റിപ്പോർട്ടുകൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാഗിയുടെ സാമ്പിളുകൾക്ക് 9 മാസത്തെ ഷെൽഫ് ലൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അത് കഴിഞ്ഞതിന് ശേഷമാണ് ലാബിലേക്ക് അയച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം മാഗിയുടെയും നെസ്ലെയുടെയും ഇന്ത്യയിലെ യാത്രയുടെ ഭാഗമാണ്. ഇന്ന് മാഗി പഴയതിനേക്കാൾ കൂടുതൽ കരുത്തോടെ ഇന്ത്യൻ വിപണിയിൽ നിലകൊള്ളുന്നു. മാഗിയോടുള്ള ഇന്ത്യക്കാരുടെ ആഴത്തിലുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഈ തിരിച്ചുവരവിന് ഏറ്റവും വലിയ കാരണം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.